മിമിക്രി കോമ്പറ്റീഷൻ. അപ്പോ മിമിക്രി കോമ്പറ്റീഷൻ ആയിട്ട് ഇവിടെ വരാൻ പോകുന്നു മനോജ് ആൻഡ് ജയശങ്കർ. വെൽക്കം ഫ്രം ചെന്നൈ അല്ലേ? ചെന്നൈയിലല്ലേ? மைக்கில் சொல்லுங்க. சென்னை தான் சார். சென்னை தானே? அப்போ அங்கே என்ன பண்ணிட்டு இருக்கீங்க? பிளம்பிங் அண்ட் எலக்ட்ரிக்கல் ஒர்க் பண்ணிட்டு இருக்கேன். ஆமாம். അപ്പോൾ വെരി ഹാപ്പി ടു ഹാവ് യു. നമ്മുടെ ഗിന്നസ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് എപ്പിസോഡാണ്. ഹാപ്പി ടു ഹാവ് യു. ആരൊക്കെ ലിസ്റ്റിലുള്ള? ജയ്, ജയ്, വിജയ്, സിംബു. വെരി ഗുഡ്. മനോജേ, വീണ്ടും നമ്മുടെ രാഷ്ട്രീയക്കാരെ മുഴുവൻ ഹോൾസെയിലായിട്ട് എടുത്തോണ്ടാണോ വന്നിരിക്കുന്നത്? അല്ല, ഒരാളെ മാത്രമേ. ആരൊക്കെ ഇന്ന് ലിസ്റ്റിലുള്ളത്? ഇന്ന് ഉമ്മൻചാണ്ടി സാറ്, ഗോപിനാഥ് മുതുകാട് സാറ്, സുകുമാരൻ, പഴയകാല സിനിമാ താരം സുകുമാരൻ. കളക്കി. എങ്ങനെയുണ്ടായിരുന്നു ഗിന്നസ് എപ്പിസോഡ്? ഗിന്നസ് അടിച്ചു പൊളിച്ചില്ലേ? ഗംഭീരമായിട്ട്. നിങ്ങളുടെ ടീം മൊത്തമായിട്ട് വന്നിരുന്ന് അവിടെ പെർഫോം ചെയ്ത് കലക്കനായിരുന്നു കേട്ടോ. നിങ്ങൾ പെർഫോമൻസ് ഒരുപാട് പേരുടെ നല്ല കമന്റുകൾ, ലൈവിന്റെ അടിയിൽ മുഴുവൻ എവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകളുണ്ട്. മനോജിനെ ഇവിടെ വന്നതിൽ വലിയ സന്തോഷം. മനോജെ, അപ്പൊ തുടങ്ങാം. മനോജിന്റെ നമ്പർ തുടങ്ങാം. പറയും. നമ്പർ 3. Let's open number 3. சிம்பு. அதுக்கப்புறம் என்ன பேசுறேன்னு சொல்லியில அது இப்படி അറിയാം. അവന്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒന്നൊന്നായി തല്ലിച്ചതക്കണം. പക്ഷെങ്കിൽ കണ്ണും കാതും മാത്രം ബാക്കി വെച്ചേക്കണം. ഓന്റെ മുഖത്ത് നോക്കി എനക്ക് 2 വർത്താനം പറയണം. சிம்பு லிஸ்ட்ல இருக்கு இல்லையா? அதாவது லைஃப்ல என்ன மாதிரி பேசணும் ஆசைப்படுறவங்க முதல்ல என்ன மாதிரி தேர்ச்சி பண்ணுங்க. லைஃப்ல ஜெயிக்கணும்யா. ட்ரை பண்ணா எல்லாராலையும் முடியுங்க. என்ன மாதிரி பேசுற நினைக்கிறவங்களுக்கு ஒரே உதாரணம் தாங்க முயற்சி. அதை மட்டும் கை விட்டுறாதீங்க. வரையோ. வெரி நைஸ். உங்களோட நம்பர்? நம்பர் 2. லெட்ஸ் ஓபன் நம்பர் 2. കൊച്ചിനെ നീ നിങ്ങളുടെ പടത്തിലെല്ലാം പാകത്തില്ലേ? മഹാനദി, അന്യൻ അല്ലേ? தெரியுமா? ട്രൈ. കേടാ, ഞാനിവിടെ വന്നപ്പോ മുതല് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? ഓക്കെ, മനോജിന്റെ നമ്പർ? നമ്പർ 7. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 7. ദുൽഖർ സൽമാൻ. നിങ്ങൾ പറയണ പോലല്ല, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ ഇങ്ങൊന്ന് കമ്പ്യൂട്ടർ ചെയ്തൂടെ? എന്നെ പറയണമെന്നറിയില്ല. എങ്ങനെയായാലും എനിക്ക് കുരങ്ങന്മാരെ പണ്ട് ഇഷ്ടമല്ല. കൊരങ്ങന ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കുള്ളൂ. കുഴപ്പമില്ല. ഓക്കെ, നമ്പർ? നമ്പർ 10. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 10. അജു വർഗീസ്. മലയാളത്തിലെ വെരി ഫേമസ് കൊമേഡിയൻ, ക്യാരക്ടർ ആക്ടർ എല്ലാം പണ്ടിരിക്കും. தெரியாத ஒரு வயசு പണ്ട് സ്വട്ടപ്പെട്ടിട്ട് കഴിഞ്ഞ അങ്കംപെട്ട് കഴിഞ്ഞ മൈക്ക് അവിടെ വെച്ചേ. അത് ആകെ പറഞ്ഞോളൂ. ഓക്കെ, ലാസ്റ്റ് നമ്പർ മനോജ്? നമ്പർ 9. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 9. സുകുമാരൻ ലിസ്റ്റിലുള്ള. അയ്യോ പാപം, എന്റെ പിന്നെ തോമാറ്റു. മരിച്ചു. ഈ പേരും പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവന്റെ സൗകര്യം കൂടെ കളയണോ? എന്നാലും എന്റെ പെങ്കൊച്ച്, നിനക്ക് ആ ഫോണൊന്നും ഇറക്കി എന്നെ വിളിക്കാൻ പാടില്ലായിരുന്നു. ഓ, അതെങ്ങനെ? ഫോണിൽ കാമുകനല്ലേ? അതെ. ആഹാ, സൂപ്പർ മനോജ്. ലാസ്റ്റ് നമ്പർ? നമ്പർ 12. ലെറ്റ്സ് ഓപ്പൺ നമ്പർ 12. ജയ്. ஹலோ, நாங்க நான் நினைச்சிருக்கீங்க எப்ப பாரு சும்மா என்னையா கத்திட்டு இருக்கீங்க? யோ தொம்ம நாயா, அந்த பொண்ணு பட்டு தூக்கு பாட்டு செத்து போயிட்டாயா? என்ன பண்ண போற? அண்ணா ஏதோ தெரியாம பேசிட்டா, சாரிண்ணா. என் கூட டான்ஸ்ல வரைக்கும் வாங்கண்ணா ப்ளீஸ்ண்ணா. என்னால இதுக்கு நல்லா முடியாது. நான் உடா இல்லையா, கண்ணு வேர்க்குது. சும்மா ஏதோ அண்ணா எப்படியாவது வந்துருண்ணா டான்ஸ்ல வரைக்கும் ப்ளீஸ்ண்ணா. നൽകി. രഞ്ജിട്ടാ, 2 3 നമ്പറുകൾ കഴിഞ്ഞു. രഞ്ജിനെ സ്വാഗതം ചെയ്യാം. ஜெயசங்கருக்கு கொஞ்சம் டென்ஷன் இருக்கா? ஜாலியா பண்ணு. இங்க யாரு இருக்கு? மிதுன் இல்ல, இதெல்லாம் ஃப்ரெண்டு, க்ளோஸ் ஃப்ரெண்டு. நோ டென்ஷன். ഓക്കെ, ഫീൽ പെൻഷൻ. ജയശങ്കറിന്റെ ലിസ്റ്റിൽ ഇനി ഒരേ ഒരാൾ மட்டும்தாയിരിക്കും അല്ലേ? വിജയ്. என் நெஞ்சில் கூடியிருக்கும் அன்பார்ந்த ரசிகர்களுக்கும் ரசிக பெருமக்களுக்கும், அதாவதுங்க ரொம்ப நாளாக நானும் ஒன்று நினச்சிட்டு இருக்கிறேன். உங்ககிட்ட ஒன்று சொல்லணும்னு நினச்சிட்டே இருக்கிறேன். அதாவது நண்பா, தோல்விகளுக்கு 1000 காரணங்கள் இருக்கலாங்க. ஆனால் ஒரு வெற்றிக்கு 1000 தோல்விகள் தான் காரணமாக இருக்கும். ஸோ முயற்சியோட ட்ரை பண்ணிகிட்டே இருங்க நண்பா, கண்டிப்பாக லைஃப்பில் ஜெயிப்பீங்க. கரெக்ட் லைன்.
മനോജ് ഇനി ലിസ്റ്റിൽ രണ്ടുപേരുണ്ട്. ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാർ. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്ന അവസരത്തിലാണ് ലാവലം കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹം സബ്സെ ചോർ ഹെ എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമി പേപ്പറിൽ ഒരു വാർത്ത ഞാൻ കാണുന്നത്. സത്യമായിട്ടും എനിക്ക് ഈ കേസുമായിട്ട് ഒരു ബന്ധവുമില്ല. രണ്ട് പാർട്ടിയിലും കള്ളന്മാരുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ കേസുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു ഇടപാടുമില്ല എന്ന് ഞാൻ പറയുകയാണ്. നന്ദി, നമസ്കാരം. അപ്പൊ ഇനി ലാസ്റ്റ് ഒരാളും കൂടി. മുതുകാട് സാർ, ഗോപിനാഥ് മുതുകാട്. അങ്കിള് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്ന മാജിക് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള മാജിക്കാണ്. മാജിക്കിന് വേണ്ടിയിട്ട് മിഥുന്റെ കയ്യിൽ നിന്ന് 100 രൂപ വാങ്ങുന്നു, ടിനിച്ചേട്ടൻ്റെ കയ്യിൽ നിന്ന് 100 വാങ്ങുന്നു, പിന്നീട് പ്രചോദേട്ടൻ്റെ കയ്യിൽ നിന്ന് 100 വാങ്ങുന്നു. അങ്ങനെ 300 രൂപ എൻ്റെ കയ്യിലുണ്ട്. ആം റൈറ്റ്? ഇനി മാജിക്കൽ കടക്കുകയാണ്. ഈ 300 മടക്കി ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് എടുത്തു. അതിനുശേഷം ഞാൻ നിങ്ങളോട് കണ്ണടച്ച് നിൽക്കാൻ പറയും. എല്ലാവരും കണ്ണടക്കുന്ന സമയം കൊണ്ടാൽ ഞാൻ ഈ സ്റ്റേജിന്റെ പിറകിലൂടെ രക്ഷപ്പെടും. ഇതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന മാജിക്. ഈ മാജിക്കിന് പറയുന്ന പേരാണ് ഇലൂസ്ട്രോം 300 ആൻഡ് മുതുകാട്. മനോജിന് അഭിനന്ദനം ഇനി കിട്ടേണ്ട ആവശ്യമില്ല അല്ലേ? അത്യുന്നത പദവിയിൽ നിന്നുള്ള അഭിനന്ദനം കിട്ടിക്കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആളാണ്, ഇവിടെ നിന്ന് ഡിഗ്രി എടുത്ത് പോയ ആളാണ്. പിന്നെ നമുക്ക് തന്നെ അഭിമാനമാണ്. മനോജ് എപ്പോഴും രാഷ്ട്രീയക്കാരെ അനുകരിക്കുന്നതിൽ സ്പെഷ്യലിസ്റ്റാ മനോജ് അല്ലേ? ആ ഒരു ടീമിലാണ് എപ്പോഴും വരുന്നത്, തകർക്കാറുണ്ട്. എന്തായാലും ഇന്ന് ചെയ്ത മുതുകാട് ഉൾപ്പെടെയുള്ള തകർത്ത്. അതെ, നമുക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഒരു കാലഘട്ടത്തിൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു നമ്മുടെ തമിഴർ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിലേക്ക് വന്നു. ഇപ്പം അത് മാറി ബംഗാളികളായി. നമ്മുടെ നാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിൽ നിന്നും നല്ല അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ കോമഡി ഉത്സവത്തിലേക്ക് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വരുന്നവർ, കലാകാരന്മാർ വരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടാ. ரொம்ப താങ്ക്സ്. நான் தான் சார் சொல்லணும் உங்களுக்கு தேங்க்ஸ். താങ്ക്സ് അങ്കിളല്ല, ഇங்கே വരണില്ല, നമ്മുടെ ഫ്ലോറിൽ വരണില്ല, അതുക്ക് താൻ താങ്ക്സ് ചൊല്ലിയത്. ஓகே சார். അപ്പോൾ കം അഗെയിൻ, ബ്രിങ് യുവർ ബ്രദേഴ്സ് ടു തമിഴ് ബ്രദേഴ്സ് കേട്ടാ. ഇங்கே കൊണ്ടുവരണം. கண்டிப்பா சார். അപ്പോൾ വെൽക്കം ടു കേരള. தேங்க்யூ சார். ടെൻഷൻ വേണ്ട. ഇங்கே கொஞ்சம் டென்ஷன் இருந்தது. കേരളത്തിൽ ടെൻഷനേ ഇല്ല കേട്ടോ. കേരളത്തിൽ ഈ കോമഡി ഉത്സവത്തിൽ ഒട്ടും ടെൻഷനില്ല. ഓക്കെ ഓക്കെ. ജയ് വിജയ് സിംബു സൂപ്പർ കേട്ടാ, ഡബിൾ സൂപ്പർ. ഇനി അതാണ് ബാക്കിയെല്ലാം ഉണ്ട്. ഇല്ല, ഫുള്ള് കഴിഞ്ഞു. പറഞ്ഞുവിടാമോ? മനോജ് ജയശങ്കർ രണ്ടുപേരും പൊളിച്ചെടുക്കുക കേട്ടോ, ഗംഭീരമായിരുന്നു. അപ്പോൾ അന്ന് ഗിന്നസ് റെക്കോർഡ് ഷൂട്ട് നടക്കുന്ന സമയത്ത് പോലും നമുക്കൊരു ടെൻഷൻ എവിടെയെങ്കിലും ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ അത്ര ലാഗല്ല, ആ ടെൻഷൻ എല്ലാവർക്കും. പക്ഷേ നിങ്ങളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് വന്ന് നിങ്ങളുടെ പെർഫെക്ഷൻ കാരണം ഒരു സ്ഥലം പോലും നമ്മൾ മിസ്സാക്കിയില്ല. ഗംഭീരമായി നിങ്ങളെല്ലാം അവിടെ പെർഫോം ചെയ്തു. ആ ഒരു പെർഫെക്ഷനാണ് കാര്യം. പണ്ട് നമുക്ക് റീടേക്ക് ഒക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇപ്പോൾ ഒരു സംഭവത്തോട് റീടേക്ക് ഇല്ല. അതിലിവർ തന്നെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് അങ്ങേയറ്റമാണ്. കാര്യം ഉമ്മൻചാണ്ടി സാറ്, ഞാൻ എന്തൊരു പെർഫെക്ഷനായിരുന്നു ഉമ്മൻചാണ്ടി സാറ്, എന്തൊരു പറഞ്ഞത്. അതുപോലെ എടുത്ത 3 സ്റ്റാർസും ഭയങ്കര പെർഫെക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇതുപോലെ പെർഫെക്ഷൻ ഇനി മെയിൻറ്റെയിൻ ചെയ്യുക, ഒരുപാട് സ്റ്റാർസുകളൊക്കെ എടുക്കുക. അതുപോലെ ജയശങ്കർ, നിങ്ങൾക്ക് ഊര് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഇവിടെ എല്ലാവരും വന്ന് പൊളിച്ചടുക്കിയിട്ട് പോയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ വേണ്ട, ഇത് നമ്മ ഫ്ലോർ, നമ്മ ഊര് നമ്മ ഫ്ലോർ, പൊളിച്ചെടുക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ രണ്ടുപേരെയും തിരിച്ചെന്നെ കൈ പിടിച്ചേപ്പിക്കട്ടെ. പുള്ളിനെ നടുക്കരുത്തിയല്ല പേടി മാറാനായിട്ട്. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് പുള്ളിയെ കൊണ്ടുപോകും. ഓക്കെ.